അമ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ കൊതുകിനെ കൊല്ലുന്ന ഈച്ചനെ കൊല്ലുന്ന ട്രെയിനിങ് നടക്കുന്നത് അവിടെ കൂടെ കൂടെ ആ പോയി. ഇതിന്റെ ജനിച്ചപ്പോ തൊട്ടിട്ട് ചന്തി കൈ കൊടുക്കുന്ന ആള് ഞാൻ തന്നെയല്ലേ? അയ്യേ അതിനെ ഓളെ അമ്മ പൊത്തി പിടിച്ചിട്ട് നിൽക്കണത്. കുറച്ച് വെച്ചാത്തനക്ക് വേണ്ട, ഞാൻ ഇട്ടോളാം. എനിക്ക് ഞാൻ ഇട്ടോളാം. വേണ്ട വേണ്ട. കുളിക്കാൻ വരാണെങ്കിൽ വേണ്ട വേണ്ടേ? അതിന്റെ എക്സ്പ്രഷൻ നോക്കാം. അതൊക്കെ എന്തെങ്കിലും കാണാണ്ടോക്കാം. ആ കാല് നിലത്ത് മുട്ടണുണ്ടോക്കാം. ആരും എന്റെ ഹൈറ്റിനെ പറ്റി പറയരുത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. പാവക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇന്നലെ നമ്മൾ ഫുള്ള് ചുറ്റിയില്ലേ, ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോയിട്ട് പേപ്പർ ഉണ്ടാക്കിയില്ലേ. ഈ സാധനം ഇന്ന് ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം ഹെൽത്ത് സെൻറ്ററിൽ. ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറയും ഇവിടെ ആളില്ല, സിസ്റ്റർ ഇല്ല, നിങ്ങൾ പിന്നെ വാ. അങ്ങനെയുള്ള എല്ലാ ചുറ്റിലും പ്രതീക്ഷിച്ചിട്ടാണ് പോണത്. നടന്നു പോയി നോക്കാം. ഹെൽത്ത് സെൻറ്ററിലെത്തി നാളെ വരാൻ പറഞ്ഞു. ഇന്ന് ആളില്ല അത്ര. അതിന് ഒരു പ്രത്യേക സിസ്റ്റർ ഉണ്ട് അതിനായിട്ട് നിയോഗിച്ചത്. ആ ആൾ തന്നെ വന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ നാളെ വരുള്ളൂ, നാളെ വന്നാലേ പരിപാടി നടക്കുള്ളൂ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചു. 9:30 ആയപ്പോഴേക്ക് ഇതാ വീട്ടിലെത്തി. ഈ നാളെ ചെല്ലണം. എന്താ ഇപ്പോൾ ചെയ്യുക? അമ്മ ലെമൺ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായയിൽ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇങ്ങനെ കിടന്നാൽ മതിയോ? ഇനിയിപ്പോൾ എന്താ കാട്ടണ്ട്? തലമുത്തിന്നോ? കുഴി കൊണ്ടുപോകാറായില്ല. അവിടെ പോവാ വെറുതെ കിടക്കുക. മാമുണ്ട് ഇവിടെ നിങ്ങൾക്ക്? വിശപ്പില്ലൊന്നും ഉണ്ടാക്കാൻ മാണ്ടല്ലോ. ആ പറഞ്ഞൊന്നും കാര്യമില്ല, ചോറുണ്ടാവാ. 1 മണിയായി. ആദ്യമായിട്ടാണ് ഇപ്പോൾ 1 മണിയാകുമ്പോഴേക്ക് തിന്നണം. സാധാരണ 1:30, 1:45, 2. അമ്മുവിൻ്റെ ഫേവറേറ്റ് ലെമൺ റൈസ്. പിന്നെ അമ്മുവിൻ്റെ ഫേവറേറ്റ് മുരിങ്ങക്കായ മസാല. ഇതൊക്കെ എങ്ങനെ ഇയാളുടെ ഫേവറേറ്റ് ആയേ? എന്റെ ഫേവറേറ്റ് ഒന്നുമല്ല, വല്ലപ്പോഴും കഴിക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങക്കായ. ഇയാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ആളുണ്ടല്ലോ, അത് എളുപ്പത്തിന് ഡെയിലി കൂട്ടാണ്ടാക്കാൻ വയ്യാത്തോണ്ട്. ഞാൻ ഓഫീസിൽ പോണ സമയത്ത് ഇയാള് കുറെ ഉണ്ടാക്കി തന്നിരുന്ന സാധനമാണല്ലോ ഈ രണ്ടും. കുട്ടിക്ക് ബാക്കി വിടുക തോന്നല്ലേ? വയ്യ മുഴുവൻ ഡെയിലി കൂട്ടാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇടയ്ക്ക് ഇതൊരു വെറൈറ്റി അല്ലേ, അതുകൊണ്ട്. ഈച്ചശല്യം ഭയങ്കരമാണ്. അതിനാണ് നമ്മുടെ ഹോബി ഈച്ച അടിച്ചില്ല. അതെ, നാളെ ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട്. വയ്യ അലയാൻ വേറെ വഴിയുമില്ല. പോയിരുന്നാവണ്ടേ. 2 ഡോക്ടറെ കാണണം. ഒന്ന് ഗൈനക്കോളജിസ്റ്റ് കാണണം, 3 ഈ മറ്റേ ഡോക്ടർ ജനറൽ ഫിസിഷ്യൻ ഇല്ലേ, തൈറോയിഡൊക്കെ അല്ലേ, അതിനുള്ള ഇത് തരും. ഇതൊക്കെ കണ്ട് കഴിയുമ്പോഴേക്കും 4:45, 4 മണിയാവും ഡെഫിനറ്റായിട്ട് അല്ലേ. അതിന് മേലെയാവും, 4 ആവും. കുട്ടീനെ കൊണ്ടുവന്ന് വരുന്ന വഴിക്ക് ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഭയങ്കര ടയർഡാവും. എന്താ വേണ്ട കഴിക്കാൻ? യൂഷ്വലായിട്ട് കഴിക്കുന്ന ബിരിയാണി മാമോന്ന്. ബിരിയാണി മാമു കഴിച്ചിട്ട് വരാം. നാളെ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോവാനുണ്ട്. 10-ാം തീയതി സ്കാനിങ് ഉണ്ട്. വളർച്ച ചെക്ക് ചെയ്യാനുള്ള സമയമായി കുഞ്ഞാവേൻ്റെ. അപ്പം അതിന് നാളെയാണ് പോകേണ്ടത്. 2 ഡോക്ടറെ കണ്ടിട്ട് വരണം. അത് ഗവൺമെൻറ് ആശുപത്രി പോലത്തെ ഒരു ആശുപത്രിയാണ്. ഇന്ന് കയറിയാൽ വൈകുന്നേരം ഇറങ്ങാൻ കഴിയും. 100-150 ആൾക്കാർ തിരക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഒരു നേരമാവും. കുട്ടീനെയും കൂട്ടിയിട്ടേ വരുള്ളൂ. ഒരു 6-7 മണി പ്രതീക്ഷിച്ചാൽ മതി. രാവിലെ ഞങ്ങളൊരു 7 മണി 8 മണിക്ക് നേരത്തെ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യും. ഇന്ന് വലിയ വെയിൽ കാണാനില്ലല്ലോ. ഇന്ന് ഹാഫ് കൈ വെയിലിട്ടിട്ട് പോയാൽ കുഴപ്പമുണ്ടാവോ? കയ്യൊക്കെ കഷ്ടം കൊണ്ടാവും. ഇല്ല, വെയിൽ കാണാനില്ല. വരും, പറയാൻ പറ്റില്ല, നമ്പാൻ പറ്റില്ല. രാവിലെ അത്ര ചൂടല്ലേ. ഒരിട്ടാ ഈ എൻ്റെ ഒരു മുത്തശ്ശിയാണിത്. എനിക്ക് വേണം മുട്ടായി. ഞാൻ ഇപ്പൊ കരയും. എനിക്ക് മുട്ടായി വേണം. എപ്പ പത്താല് എനിക്ക് മുട്ടായി വേണം. ഒന്ന് മതി. ഒന്ന് ഒരു മുട്ടായി വേണേ. കുഞ്ഞാടി പാട്ടില്ല. വന്ന ഉടനെ എപ്പോഴും മിഠായി ചോദിച്ചാല് കുഞ്ഞാണ്ട് പോക്കറ്റിലുണ്ടാക്കട്ടെ. ഇവിടെ എന്താ നടക്കണ അറിയോ? അമ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ കൊതുകിനെ കൊല്ലുന്ന ഈച്ചനെ കൊല്ലുന്ന ട്രെയിനിങ് നടക്കുന്നത് അവിടെ. ഇവിടെ 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 കൂടെ കൂടെ ആ പോയി. ആ, കൊതുകിനെ കൊല്ലുന്ന ട്രെയിനിങ് ആണ് നടക്കുന്നത്. ഇതാ മുത്തശ്ശിയുടെ വക 2, പാവക്കുട്ടിയുടെ വക 1 കൊല്ലു. ആ ആ ആ ഈച്ചയുടെ കോളില്ലെങ്കിൽ നല്ല ട്രെയിനിങ് ആട്ടോ, നല്ല സ്കില്ല് തന്നെ. ഈച്ചനെ കൊല്ലു ട്രെയിനിങ് പൂർത്തിയാക്കോ. അയ്യ മൊത്തം നല്ലതല്ലേ. അപ്പിയത് കൈയാക്കണം കേട്ടോ.
വാഴക്ക് വീണോട്ടെ. ഞാൻ കോമാളിയാട്ടം നിക്ക് നിക്ക് ഒരു മുറുക്കും ആക്കി തരികയല്ലേ. ഡ്രസ്സൊക്കെ നാളേക്ക് ഒരു മുറുക്കും തരാൻ. ഡ്രസ്സ് മാത്രമല്ല മുറുക്കും ഡ്രസ്ക്ക് എത്തണം. വാവക്കുട്ടി വേഗം കൊണ്ടുവരാ. അമ്മയുടെ അടുത്ത് പോയി നോക്ക്. അമ്മയുടെ അടുത്ത് ചിലപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാവും. അച്ഛൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് അമ്മയുടെ അടുത്ത് ഉണ്ടാവും. ഒന്ന് ചിരിക്കും കൊണ്ടുവരാം. വേഗം കൊണ്ടുവരാം. ഓടി ഞാൻ പെടുത്താൻ വേണ്ടോ എന്താ അതിനില്ല. അത് പോയി കൊണ്ടുവരാൻ വയ്യ. പോയി പോയിട്ടുണ്ട്. അതിന് ഡ്രസ്ക്ക് എല്ലാം മുട്ട് ബിസ്ക്കറ്റ് പോകണം തുടങ്ങി. എല്ലാ ബിസ്ക്കറ്റൊന്നും വേണ്ട. വാവക്കുട്ടി പോയിട്ട് കഴിച്ചോ. ഒന്ന് മതി ഒന്ന്. ചേത്തൻ പോയിട്ട് കഴിച്ചോ. അമ്മയുടെ അടുത്തുണ്ടാവും. ചെല്ല്. വേർക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ല്. അവിടെ എ സി ഇട്ടിട്ടുണ്ടാവും അമ്മയുടെ റൂമിൽ. ചെല്ല്. അമ്മയ്ക്ക് ബജ്ജി ഇഷ്ടമാണ്. പക്ഷെ ബജ്ജീൻ്റെ അകത്തുള്ള ഈ പഴം ഇഷ്ടമല്ല, പച്ചപ്പഴം. എന്നിട്ട് ആ മസാല മാത്രം പെറുക്കി തിന്നണോ. അത് ഇഷ്ടമുള്ള മറ്റേത് ഇതിനെന്താ കുഴപ്പം? ബലണ്ടേ അത് കഴിക്കാൻ വയ്യ. സ്വാദുമില്ല. സാധുല്ലേ. എന്നിട്ട് പഴംപൊരിയല്ല, ബജ്ജിയാണ്. അതെന്താ സാധനം ബജ്ജി പറഞ്ഞാൽ പച്ചപ്പഴം കൊണ്ട് ഉണ്ടാക്കും. പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയാൽ പഴംപൊരി. ആ അങ്ങനെയാണ്. ഇത് പച്ച ഇത് പച്ചപ്പഴമാണ്. അതന്നെ സ്വാദില്ലാത്ത. ഇത് നല്ല മസാല ആയതുകൊണ്ട് രസം ഉണ്ടാവും. രണ്ടാളുടെ ഇറക്കം കാണുമ്പോഴും പേടിയാവുന്നുണ്ട്. പിടിച്ചിറങ്ങി. ആ ഓക്കെ ഗുഡ് ഗേൾ. മഴ പെയ്യുമ്പോഴാണ് പേടിക്കുന്നത്. പടിക്കെട്ടിൽ വെളുക്കും നമ്മൾ അറിയാതെ. ഞാൻ ബജ്ജി മേടിച്ചിട്ടുണ്ട്. കഴിച്ചോ. ഇതായിരിക്കും കവറിൽ. താങ്ക് യു സോ മച്ച്. അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുവാവേ. ഒന്നും വാവയ്ക്ക് എന്താ താങ്ക് യു സോ മച്ച് പറയാ. താങ്ക് യു സോ മച്ച് മുത്തനെ. ചൊത്ത അമ്മയെ തെരഞ്ഞു മുകളിൽ വന്നില്ല. എന്നിട്ട് നാളെ മാത്രം ഫസ്റ്റ് അമ്മേനെ പറഞ്ഞ നാളെ കെട്ടി വിടാൻ പിടിച്ചുണ്ട്. നാളെ തറന്നു വന്നിട്ട് അതെടുത്തോ. ആപ്പിള് എടുത്തോ. അത് കഴിഞ്ഞിട്ട് ഉഴുന്നോടെ കഴിച്ചിട്ട് എടുത്തോ. ഇത് കഴിഞ്ഞിട്ട് അവിടെ കഴിത്ത കഴിഞ്ഞിട്ട് എടുത്തോ. കഴിഞ്ഞിട്ട് ആപ്പിൾ എടുത്തോ. ഇതാ ആപ്പിള് ആ ഒരു ബജ്ജിയുടെ ഒരു പാർട്ടുണ്ട്. അവിടെ ഇല്ലല്ലോ. ഏത് ഇത് വാവയ്ക്ക് തന്നെ മൊത്തം. അമ്മയുടെ കഴിത്തതാ. അമ്മ വേറെ കഴിക്കുന്നുണ്ട്. ഇത് അമ്മയ്ക്ക് കടിച്ച് കഴിക്കാൻ കഷ്ടമാണ്. പിന്നെ എങ്ങനെ വാവ അങ്ങനെ കഴിക്കുക. ആ പല്ലോട്ട് കടിച്ച് മുറിച്ച് തിന്നാൻ പാടാണ്. കഷ്ടം അവിടൊക്കെ വേങ്ങിക്കുണ്ട്. കട്ട് ചെയ്യണ്ടോളോ വെച്ചിട്ട് കഴിക്കുന്നതാണ്. അച്ഛന് പുതിയ പണി വേണ്ടല്ലോ വെച്ചിട്ടേ വാവയ്ക്ക് അച്ഛൻ കട്ടിക്ക് സൂപ്പറായിട്ട് തന്നിട്ടുണ്ട്. ഒരെണ്ണം കഴിച്ചോ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിച്ചോ. രണ്ടും കഴിക്കണം. ഓക്കെ. മണി മഴ പെയ്യുന്ന അമ്മ അച്ഛാ. ആ മഴ പെയ്തോട്ടെ. മഴ പെയ്താൽ ഈ കമ്പ്യൂട്ടർ വെള്ളമായ കമ്പ്യൂട്ടർ നഷ്ടമാവും. പിന്നെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. കമ്പ്യൂട്ടർ വെള്ളമാവില്ല. ഇടി വെട്ടുമ്പോൾ കറണ്ട് ഓവറായിട്ട് വന്നിട്ട് ഷോക്ക് അടിച്ചിട്ട് കണ്ടില്ലേ മഴ പെയ്താ ഈ കമ്പ്യൂട്ടർ നഷ്ടമില്ലേ. അത് അങ്ങനെ നാശായതല്ല. അതല്ലാതെ നാശായതാ. എന്താ 12 കൊല്ലായി. ആവാൻ ഉണ്ടാവണേക്കാട്ടിലും മുമ്പുള്ള കമ്പ്യൂട്ടറാണത്. അതുകൊണ്ട് നാശായി. അച്ഛനെ കൊണ്ട് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അച്ഛ അമ്മോട് എന്താ പറയാൻ വേണ്ടിട്ട്. അമ്മ ഒരു കാര്യം പറയാൻ നിൽക്കുന്നുണ്ട്. ഇനി എന്ത് കാഴ്ചയാണാവോ പറയാനുള്ള അമ്മക്ക്. അച്ഛൻ പോയിച്ചു എന്താണ് പറയുമ്പോ അമ്മ ഒരു കാര്യം പറയും. ശരി. ഞാൻ അരച്ച ഇത് അറിയുന്നില്ല അത് അറിയുന്നില്ല പറയാനില്ലേ. അപ്പൊ അത് ചെയ്യുന്ന ആള് ചെയ്താലല്ലേ. കൈമത്തെ വളർന്ന് ഊരി പോവില്ലല്ലോ. അതിന്റെ ആള് ചെയ്യുമ്പോഴേ അതിനൊരു സുഖം. അത്രക്ക് സുഖം വേണ്ട. മാവിനറിയില്ല അത് പാര് ചെയ്താണെന്ന്. കൂടെ ഓഫ് ചെയ്യണം. ശരിയത് കുട്ടി പറഞ്ഞത് ശരിയല്ലേ. കറണ്ടും കൂടെ ഓഫ് ചെയ്യണം. അതൊന്നും അരക്കാൻ പാടില്ല. അത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നാശം. ഇത് ഓഫ് ചെയ്യണം ആള്. ശരിയാ. അതിന് ഭയങ്കര ബുദ്ധി കിട്ടോ. ഞാൻ കമ്പ്യൂട്ടർ ഓഫാക്കണം ഇടി വെട്ടുമ്പോ. അതുകൊണ്ട് ഇല്ലെങ്കിൽ നാശാവെന്ന് പറഞ്ഞു. ഇപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. മിക്സി നാശാവും ഓഫാക്കണം. പറയട്ടോ. വയറ് വേണ്ടിണ്ട്. രമ്യ അറിയണോ. കുറച്ചും കൂടി അറിയാവുന്നതല്ലേ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. കുറച്ചുകൂടി അരയ്ക്കുക. ഇനി നന്നായിട്ടുണ്ട് അറിയണം. ഇനി അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ തെറിക്കും കേട്ടോ. ഇത് ഫൈൻ പേസ്റ്റ് ആയി കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ആദ്യത്തത് അമ്മ ലാസ്റ്റ് ഉണ്ടാക്കിയില്ല. അവസാനം ഞാൻ തന്നെ അരക്കേണ്ടി വന്നു. ഫുള്ള് അരച്ചു. ഇതാ റെഡിയാക്കി കഴിഞ്ഞു. വെള്ളമല്ല ഇടി വെട്ടുമ്പോ നമ്മുടെ AC കേടാവും. അതുകൊണ്ടാണ് ഓഫാക്കാൻ പറയണത്. ഇത് ഓണാക്കിയിടാൻ പാടില്ല. ഇവിടെ ഓണാക്കിയിടാൻ പാടില്ല. ഓഫാക്കിയിട്ടിട്ടില്ലെങ്കിൽ നാശമാവും. കാരണം എന്താ വെച്ചാൽ കറണ്ട് ഒന്നിച്ചിട്ട് വരണ സമയത്തേ
കമ്പ്യൂട്ടർ അടിച്ചു പോവും, AC അടിച്ചു പോവും, ഫ്രിഡ്ജ് അടിച്ചു പോവും, വാഷിംഗ് മെഷീൻ ഒക്കെ അടിച്ചു പോവും. അപ്പോൾ ഒന്നും ഓണാക്കാൻ പാടില്ല, ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ? വർക്ക് ചെയ്യണത് ഓണാക്കുന്നില്ല. ആ, വർക്ക് ചെയ്യാൻ ഓണാക്കുക. കേട്ടോ, നല്ല കാറ്റുണ്ട് പുറത്ത്. തലറങ്ങിയിട്ട് പോയി കിടക്കുകയാണെങ്കിൽ അമ്മേ എന്തോ ഫാനുണ്ടാകുമ്പോ എനിക്ക് വയ്യ. കുളിക്കാൻ വരാണെങ്കിൽ വണ്ട വേണ്ടേ? അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ഇപ്പൊ കുളിച്ച് വന്നതാ നോക്ക്, പിന്നും വേർക്കണം. എന്തിനാ ഇപ്പൊ ഞാൻ കുളിക്കണേ? അപ്പൊ കുളിക്കണ്ടവരാ, നാനയ്ക്കും കുളിക്കണ്ടവരാ. അമ്മേനെ വേർക്കല്ലേ എന്ന് പറയാം, എക്സാമ്പിൾ വെച്ചിട്ട് പറ. അമ്മയുടെ സിറ്റുവേഷൻ വേറെ മതി കേട്ടോ. ഞാൻ എന്ത് ഒന്ന് കുട്ടീനെ മേലായി കൊടുക്കോ? എനിക്ക് വയ്യ. എനിക്ക് നല്ല രീതിയിൽ മേലഴിക്കാൻ അറിയത്തില്ല. അങ്ങനെ പറഞ്ഞാലല്ലോ ഇപ്പൊ ഞാൻ തന്നെ. ഞാനെല്ലാം അരകുറയായിട്ടാണ് ചെയ്യാറ് അല്ലേ പറവേ? ആ, കണ്ടോ? അത് സപ്പോർട്ട് അച്ഛന്. അങ്ങനെ പറഞ്ഞാലല്ലോ ഇപ്പൊ ഞാൻ ചെയ്യുള്ളൂ. ഒന്ന് കഴുകി കൊടുത്തൂടെ? ഇതിന്റെ ജനിച്ചപ്പോ തൊട്ടിട്ട് ചന്തി കൈ കൊടുക്കുന്ന ആള് ഞാൻ തന്നെയല്ലേ. എന്നാലും സ്വന്തം കുട്ടിക്ക് നേരം പോലെ കഴുകി കൊടുക്കാറില്ല എന്ന് പറഞ്ഞ് ഓപ്പണായി പറയുന്ന തന്റെ ഞാൻ ആദ്യമായിട്ട് കാണാം. കണ്ടല്ലോ, കഷ്ടം. ഷാരല്ല. അയ്യേ, അതിനോട് അവളെ അമ്മ പൊത്തി പിടിച്ചിട്ട് നിൽക്കണത്. കുളിക്കാൻ പോവല്ലേ, അതിനാണ് അച്ഛൻ കഴുത്ത് വരെ എടുത്തിട്ടുള്ളൂ അവിടെ. ആ, വിട്ട സംഗതി മൊത്തം കാണും. കണ്ണാടി പിന്നീട് ഇത് എടുക്കാതെ താഴത്തെ കമന്റ്സ് വരും. ആരും കമന്റ് പറയില്ല. പൂജാമുറി കാണിക്കുന്നത് എന്താ തെറ്റോ? എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. എന്താ അച്ഛ ഒന്ന് മണിക്കാച്ച അച്ഛൻ ചെയ്യോ? മേത്താക്കല്ലേ? ഹരേ രാമ ഹരേ രാമ പറ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ മേത്താക്കല്ലേ? അങ്ങോട്ട് വരും, പേടിയുണ്ട്. കുറച്ച് എടുക്ക്, കുറച്ച് വെച്ചാക്ക് വേണ്ട. ഞാൻ ഇട്ടോളാം, ഞാൻ ഇട്ടോളാം. വേണ്ട വേണ്ട. അഴകാ ഇருக்கு. അതെ, ആ കുട്ടീനെ ചീത്ത പറഞ്ഞു കേട്ടോ. അതായത് ആ കുട്ടീനെ ചീത്ത പറഞ്ഞു കേട്ടോ സ്കൂളിൽ നിന്ന്. ഹോംവർക്ക് ഫുള്ള് ചെയ്തിട്ടില്ല പറഞ്ഞിട്ട്. ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? ആ, അടിക്കാൻ വേണ്ടിട്ട് കൈ ഓങ്ങിന്ന് പറഞ്ഞ ആ കുട്ടി. ഹോംവർക്ക് അടിച്ചില്ല, പക്ഷെ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിത്ര അടി വാങ്ങുമെന്ന് പറഞ്ഞു അത്ര. ഹോംവർക്ക് ചെയ്തിട്ടില്ല, ടെസ്റ്റ് വെച്ചു, അതിന് ശരിക്കും എഴുതിയിട്ടില്ല. ആ, അതന്നെ, എന്തോ സംഭവം ഉണ്ടായി. അപ്പൊ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നല്ലേ ആ കുട്ടി പറഞ്ഞേ? ടെസ്റ്റ് ഒരെണ്ണത്തിൽ ഏത് സബ്ജക്റ്റാണ്? മാത്സാ? ഏതായിരുന്നു സബ്ജക്റ്റ്? മാത്സ് ആണ്. ഇന്നലെ ടെസ്റ്റ് പറഞ്ഞിരുന്നില്ലേ? മാത്സ്, തമിഴ്, ഏതിലായിരുന്നു ശരിക്കും? ഞാൻ പറഞ്ഞു കൊടുത്ത് മറന്നു അത്ര, ഓർമ്മ ഉണ്ടായില്ല അത്ര, മറന്നു അത്ര. സാറില്ല, പോട്ടെ. പരീക്ഷ അടുത്ത ആഴ്ചയല്ലേ, അടുത്ത ആഴ്ചക്ക് ലെവലാവും കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മളെടുക്കാവാ, അതിനെന്താ, നമ്മളെടുക്കാലോ. എന്താ അർത്ഥം? അത് അടിച്ചു മാറ്റിയില്ലേ? ഇതാണ് ഈ പഴമക്കാര് പറഞ്ഞത്, പെണ്ണ് കെട്ടിയ കാല് കെട്ടി, കുട്ടി ഉണ്ടായ വായും കെട്ടി. കറക്റ്റ് അല്ലേ? ഇനി നമ്മുടെ വായും കെട്ടി. കണ്ടാ, ഇനിയിപ്പൊ തിന്ന ആളുതാ കണ്ടില്ലേ? ഒന്നല്ല, 2 വായയാണ്. 3ാമത്തെ വായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് തന്നടാ. മാക്ക അവിടെ ഉണ്ടല്ലോ, ആക്ക ഡബ്ബേനെ എടുത്തിട്ട് തിന്നൂടെ? പാവം കുട്ടിക്കും കൂടി കൊടുക്കാതെ കഴിക്കുകയാണ്. പാവം പിണങ്ങി നോക്കുക. പിണങ്ങിയോ? എന്നാ കഴിച്ചോ. എന്നാ ഇന്നെന്താ ഓൺലൈൻ എടുക്കണില്ലേ ട്യൂഷൻ ക്ലാസ്? 7 മണിക്കല്ലേ? ആയിട്ടില്ലല്ലോ. ആ, അപ്പൊ പിന്നെ കുറച്ചു നേരം കുറച്ചേരം കെട്ടിയവനെ ശല്യം ചെയ്യാന്ന് എഴുതിയിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ട്. ആ, AC ഒക്കെ ഇട്ട് ഇരിക്കല്ലേ? ഞാൻ വന്നിരുന്നതാണേ. ഇപ്പഴൊന്നും ആശ്വാസം, തണുപ്പും കാറ്റും വേണ്ടേ? ക്ലാസ് എടുത്തു സംസാരിക്കാനൊക്കെ അപ്പഴാ ഉത്സാഹങ്ങളില്ലേ? ഇത് ഫാർത്ത് ഒലിച്ചിട്ട് ചുട്ടിട്ട് ഇപ്പഴാണല്ലോ വന്നത്. വന്ന് കുറച്ചു നേരം ആവണ്ടേ ഒന്ന് ഇതാവാൻ. എന്നാലും ഒരു ആശ്വാസം ഉണ്ട്. ആ കുട്ടി കിടക്ക്. ആ കുട്ടി അങ്ങോട്ട് നോക്കി, അമ്മ ഇരിക്കണേന്റെ കസാരേന്റെ അവിടേക്ക്
ഇണക്കി അതൊക്കെ എന്തെങ്കിലും കാണാണ്ടോക്കാം. ആ കാല് നിലത്ത് മുട്ടണുണ്ടോക്കാം. ആരും എന്റെ ഹൈറ്റിനെ പറ്റി പറയരുത്. അച്ഛൻ സാധാരണ നിലത്ത് കാല് വെച്ചിരിക്കുന്ന ഹൈറ്റ് ആണ് ഇപ്പൊ അത്. അവിടെ ഒരടി ഉയരത്താ നിക്കുന്നേ. എന്താ ചെയ്യാ, ഒരാള് മുന്തിരിക്കോല്. നമുക്കൊന്നാ വീഡിയോ എൻഡ് ചെയ്താലോ? വാക്കുട്ടിയല്ലേ സ്ഥിരമായിട്ട് വീഡിയോ എൻഡ് ചെയ്യുന്ന ആള്. അപ്പോഴൊക്കെ ഞാൻ സാറില്ല ഹോംവർക്ക് എഴുതാൻ പോവാണ്. ആ. എന്നിട്ട് ഞാൻ മാമുണ്ടാണ്. മാമുണ്ടിട്ട് ഞാൻ കണ്ടു നടന്നു. നാളെ സ്കൂളില്ലെങ്കിൽ മതിയായിരുന്നു. നല്ല സുഖത്തില്. അതെന്താ? നാളെന്താ സ്കൂളിലായിരുന്നു? മഴ പെയ്യോച്ചിട്ടാണെങ്കിൽ അത് പേടിച്ചാണ് നിൽക്കുന്നത്. മഴ പെയ്യത്തുള്ളതാണെന്ന് കരുതിയിട്ടാണെന്ന്. മഴ പെയ്ത സൂപ്പർ ആയില്ലേന്ന്. മഴ പെയ്ത സ്കൂൾ ഉണ്ടാവില്ലല്ലോ നാളല്ലേ. ആ. നാളെ ആസ്പത്രിയിൽ പോവാൻ നോക്കുകയാണ്. അമ്മക്ക് ആസ്പത്രി പോയിട്ട് തിരിച്ച് കൊണ്ടുവരുമ്പോ നാളേക്ക് 2 മണി കൊണ്ടുപോകും. അപ്പൊ തന്നെ കൊണ്ടുവരുമ്പോ ബിരിയാണി കഴിച്ചിട്ട് വരും. ബിരിയാണി വരുമോ? അതല്ലേ പറയണേ. ഇങ്ങനെ വട്ടം പാടില് കഴിഞ്ഞു. ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിച്ചു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിൽ വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യൂ.